മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും അഭ്യൂഹങ്ങൾ സജീവം. ആദ്യം NCP ലയനം, പിന്നീട് NDA പ്രവേശനം. ശരത് പവാർ പക്ഷത്തിന് വമ്പൻ ഓഫറുമായി BJPയുടെ പുതിയ നീക്കം. പ്രതികരിക്കാതെ NCP സ്ഥാപക നേതാവ് ശരത് പവാർ. നീക്കം നിഷേധിച്ച് പവാറിന്റെ മകൾ സുപ്രിയ സുലെ. അതേസമയം ചാഞ്ചാട്ടം പരസ്യമാക്കി പവാർ പക്ഷം നേതാക്കൾ. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ വീണ്ടും അഭ്യൂഹങ്ങൾ ശക്തമായിരിക്കുകയാണ്. NCPയുടെ രണ്ട് വിഭാഗങ്ങളെയും ആദ്യം ഒന്നിപ്പിച്ച് പിന്നീട് NDAയിലേക്ക് എത്തിക്കാനുള്ള BJPയുടെ തന്ത്രം സജീവമാണെന്നാണ് സൂചനകൾ. ശരത് പവാർ, അജിത് പവാർ വിഭാഗങ്ങളിലെ നേതാക്കളും ഭരണകക്ഷി നേതാക്കളും തമ്മിലുള്ള തുടർ കൂടിക്കാഴ്ചകൾ രാഷ്ട്രീയ ചർച്ചകൾക്ക് വീണ്ടും ആക്കം കൂട്ടിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ NCPയുടെ രണ്ട് വിഭാഗങ്ങളും വീണ്ടും ഒന്നിക്കാനുള്ള സാധ്യതകൾ ചർച്ചയാകുന്നതിനിടെ അതിനു പിന്നിൽ BJPയുടെ രാഷ്ട്രീയ തന്ത്രമുണ്ടെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. BJP വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് ആദ്യം ശരത് പവാർ വിഭാഗവും അജിത് പവാർ വിഭാഗവും ലയിക്കണം. അതിനുശേഷമേ ഐക്യ NCPയെ NDAയുടെ ഭാഗമായി പരിഗണിക്കൂ. 2023 അജിത് പവാർ വിഭാഗം NDA സർക്കാരിൽ ചേർന്നതോടെയാണ് NCP ഔദ്യോഗികമായി പിളർന്നത്. പിന്നീട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പാർട്ടി പേരും ചിഹ്നവും അജിത് പവാർ വിഭാഗത്തിന് അനുവദിച്ചു. ശരത് പവാർ വിഭാഗം NCP SP എന്ന പേരിലാണ് പ്രവർത്തിക്കുന്നത്. അടുത്തിടെ ശരത് പവാർ, ഏക്നാഥ് ഷിൻഡെ, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് കൂടാതെ ഇരു NCP വിഭാഗങ്ങളിൽ നേതാക്കൾ എന്നിവർ നടത്തിയ കൂടിക്കാഴ്ചകൾ രാഷ്ട്രീയ ഊഹാപോഹങ്ങൾക്ക് ശക്തി പകർന്നു. എന്നാൽ ഈ കൂടിക്കാഴ്ചകൾക്ക് രാഷ്ട്രീയ ലക്ഷ്യമില്ലെന്നും പ്രാദേശിക വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തതെന്നും NCP SP നേതാവ് ജയന്ത് പാട്ടീൽ വ്യക്തമാക്കിയിരുന്നു. NDAയിലേക്കുള്ള പ്രവേശന വാർത്തകൾ സുപ്രിയ സുലെയും തള്ളിക്കളഞ്ഞു. NCP कभी भी NCP SP किसी के दबाव में आने वाली पार्टी नहीं. ना हम दबाव में कल थे, ना आज है, ना कल रहे. അതേസമയം പാർലമെന്റിൽ വരാനിരിക്കുന്ന ഡീലിറ്റിമേഷൻ ബിൽ ഉൾപ്പെടെയുള്ള നിർണായക വിഷയങ്ങളിൽ NCP SPയുടെ പിന്തുണ കേന്ദ്ര സർക്കാരിന് രാഷ്ട്രീയമായി നിർണായകമാകുമെന്ന വിലയിരുത്തലും ശക്തമാണ്. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ തുടർച്ചയായി നടക്കുന്ന കൂടിക്കാഴ്ചകളും നിഷേധങ്ങളും പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങളിലേക്കാണോ വിരൽ ചൂണ്ടുന്നതെന്ന ചോദ്യമാണ് ഇപ്പോഴുയരുന്നത്. പ്രേംലാൽ, KD ന്യൂസ്, മുംബൈ.